ഹലോ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവിയിലേക്ക് സാധനം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കന്നഡ മൂവിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തമിഴ് ഡബ്ഡ് വെർഷനൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒരു ത്രില്ലർ മൂഡിലേക്കാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത്രമാത്രം വിജയിച്ചു വെച്ച് തന്നെ യാതൊരു തരത്തിലൊരു ഗുണം ഉണ്ടാകുന്നില്ല തന്നെ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുള്ളൂ. എങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ മൂവിയുടെ പേര് കേസ് നമ്പർ 13 എന്നാണ് മൂവിയുടെ പേര്. അതായത് 30ാമത്തെ ഒരു കേസ് അന്വേഷണമായിട്ട് വരുന്നു. അർജുൻ എന്നാണ് ഇതിൽ കഥാപാത്രം അവതരിപ്പിക്കുന്ന നായകൻ്റെ പേര്. ആളൊരു പോലീസ് ഓഫീസറാണ്. അപ്പം അർജുൻ്റെ കയ്യിലോട്ട് എത്തുന്ന കേസ് എങ്ങനെയാണ് അദ്ദേഹം അന്വേഷിക്കുക, പിന്നീട് തെളിവ് എങ്ങനെ ശേഖരിക്കും, ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അർജുൻ മുന്നോട്ട് പോകുമ്പോൾ അപ്പുറം പ്രേക്ഷകർ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് തന്നെയാണ്. നല്ല രീതിയിലുള്ള മടിപ്പിക്കലുണ്ടായിരുന്നു, അതിന് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുള്ളൂ. സിദ്ധാർത്ഥാണ് ഇതിൻ്റെ നായകനായിട്ട് വന്നിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണെന്ന് തോന്നുന്നു. ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ വ്യക്തിയുടെ ചിത്രം കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ മടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേസ് നമ്പർ 13 സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു റെയിനിലാണ്. നല്ലൊരു മഴ വരുന്ന സമയത്ത് കാണിക്കുന്നു നൈറ്റ് ഷോട്ടിൽ. അതിനിടയ്ക്കിലായിട്ട് ഒരു സൈക്കോ കില്ലർ മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു വ്യക്തമായിട്ട് സ്ത്രീയെ കൊല്ലുന്നു. അതെന്തിനാണെന്ന് മനസ്സിലാക്കി തരുന്നില്ല. കേസ് നമ്മുടെ കഥാപാത്രം അവതരിപ്പിക്കുന്ന അർജുൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ കയ്യിലെത്തുന്നു. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കേസ് തെളിയിക്കുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. തുടക്കത്തിന് ചെറിയായിട്ട് ഉദാഹരണം തരുന്നുണ്ട്. ഇതിന് മുമ്പിലോട്ട് ആരാണ് ആ കൊലയാളെന്ന് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഒട്ടും തന്നെ പിന്നീട് അതങ്ങനെയല്ല എന്നുള്ള ചിന്താഗതി അടുത്ത ഷോട്ടിൽ മാറ്റി തരുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാമെന്ന് അദ്ദേഹം ആ കഥാപാത്രമായി മാറുന്ന ഭാഗമായിട്ടാണ് അങ്ങനെ ഷോട്ടായി കാണിച്ചിട്ടുള്ളത്. ബാക്കി ട്വിസ്റ്റിങ് അതിനൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് 2-3 പാട്ടുകൾ കടന്നു വരുന്നുണ്ട്. ഒരു തരത്തിലുമുള്ളൊരു ഇമ്പാക്റ്റോ നല്ല വരികളോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നല്ലൊരു കോർഡിനേറ്റിംഗ് പടത്തിനില്ല എന്ന് തന്നെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അധികം വളരെ മോശമായിട്ടുള്ള കുറേ ഒട്ടും തന്നെ പഴഞ്ചനായിട്ട് കുറേ ഡയലോഗും, കാരണം ഒട്ടും തന്നെ ഒരു ഊർജസ്വനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടല്ല ഇതിൽ നമ്മുടെ കഥാപാത്രമായിട്ടുള്ള നായകൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒട്ടും ഒരു പവർ കിട്ടുന്നില്ല. കാരണം അത്രയും വലിയൊരു കേസ് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ പ്രഷറിങ് ഇല്ല. സാധാരണ നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉയർന്ന കുറേ പോലീസ് ഓഫീസർ ഉണ്ടാവും. ആ കേസ് അന്വേഷിക്കുന്നത് ഒരു തുമ്പ് കിട്ടിയില്ല, പത്രപ്രവർത്തനം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ആ യാതൊരു ശല്യങ്ങളോ ഇതിലില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ ഒരു കേസ് അന്വേഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരറിയാണ്ട് രഹസ്യമായിട്ടൊരു കേസ് അന്വേഷിച്ച് ഒരു സീക്രട്ട് ആയിട്ടുള്ള അന്വേഷണമായിരിക്കാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ ആ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് കുറേ തെളിവുകൾ കിട്ടുന്നു. അവസാനം ടിസ്റ്റുമായിട്ട് ഗംഭീരമായ ടിസ്റ്റ് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. യാതൊരു തരത്തിലും ആ ടിസ്റ്റൊക്കെ നമ്മൾ കണ്ട് മറന്നിട്ടുള്ള അതേ കന്നഡ പടത്തിൽ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. നായകൻ്റെ ഇമോഷൻസും പണ്ടത്തെ ലവ് സ്റ്റോറിയും പരിപാടിയും കാരണം കുത്തിക്കയറ്റി കൊണ്ട് നശിപ്പിച്ചു. അതിനിടയ്ക്ക് വേറെ കുറേ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ടിസ്റ്റിലെ വില്ലൻ ആരാണ് അല്ലെങ്കിൽ എന്തിനാണ് കാരണം ചോദിച്ചപ്പോൾ ചെറുതായിട്ട് അത് കൊള്ളാമെന്ന് തോന്നിയിട്ടോ. വലിയ സംഭവം ഇല്ലെങ്കിലും തരക്കേടില്ലെന്ന നിലയ്ക്ക് അവസാന ഭാഗത്തെ സംഭവം കൊള്ളാമായിരുന്നു. ബാക്കി ഒരു തരത്തിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള പോലെയല്ല എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ നായകനെ അവതരിക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം പടം പൊട്ടും, 8 നില പൊട്ടും എന്ന് അറിയാൻ തോന്നുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, പിടിച്ച് നിർബന്ധിച്ച് അഭിനയിക്കുന്ന പോലെയാണ് ഇതിൽ നായകൻ ചെയ്തിട്ടുള്ള കഥ എനിക്ക് തോന്നിയത്. നായികയെക്കുറിച്ച് പറഞ്ഞ കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു കാന്താരി പെണ്ണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. കാരണം അവർക്കൊന്നും ചെയ്യാനില്ല. കുറേ ഇമോഷൻസൊക്കെ വരുത്തി തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു കണ്ടിന്യൂ ഉണ്ടാകുന്നില്ല. പിന്നെ വില്ലനെ കുറിച്ച് എന്താ പറയുക, പെട്ടെന്നൊരു തരത്തിലുള്ള പളിച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ നായകനൊരു പോലീസ് ഒരു ഹെഡുണ്ട്. അയാൾ ലോക കോമഡിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മുഖത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ല. എന്തൊക്കെയോ വെച്ച് തീർക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് പടം പോലെയാണ് കേസ് 13 എന്ന് പറയുന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പ്രൈമിലൊക്കെ ചിത്രം ലഭ്യമാണ്. അപ്പോൾ കാണാത്തിലുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കേസ് നമ്പർ 13 കുറിച്ച് പറയുമ്പോൾ വെരി വേസ്റ്റ് ഫിലിം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മികച്ച ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അതിരിക്കും ബൈ ഫ്രണ്ട്സ്.